ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ SCERTയുടെ പാഠഭാഗങ്ങൾ ഈ ചാനലിൽ കൂടെ ക്ലാസ് എടുത്ത് തരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്ലാസ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു സെറ്റാണ്. പക്ഷേ ഇത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തത്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് മതിയായിരുന്നു എനിക്ക്. പക്ഷേ നമ്മളുടെ മറ്റേ യൂട്യൂബിലെ ക്ലാസ് എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് കറക്റ്റായിട്ട് വരുന്നു. പക്ഷേ വോയിസ് ഭയങ്കര പതറിയിട്ടാണ് കേൾക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും റെക്കോർഡ് ചെയ്തതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പതറിച്ച നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ക്ഷമിക്കണം. കുറച്ച് ദിവസം കൂടി ഒരു 3-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ വേറൊരു മൈക്രോഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വരുമ്പോൾ 3-ാം തീയതി 4-ാം തീയതിയൊക്കെയാണ് ഡേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതുവരെ ഇതിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ 4-ാം തീയതി തുടങ്ങിയിട്ട് ബാക്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. എല്ലാതും അല്ല, എല്ലാന്ന് വെച്ചാൽ മൊത്തം വീഡിയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെതറിപ്പോണ പോലെ സൗണ്ട്, ഒരു ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതും കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തേക്ക് പോകാമെന്ന് വെച്ച്. അപ്പോൾ നിങ്ങൾ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കാണണം, ക്ലാസ്സിനെ പറ്റി അഭിപ്രായം പറയണം. പ്രത്യേകിച്ച് അഭിപ്രായം പറയാനുണ്ടാവില്ല, അതെനിക്കറിയാം. കാരണം സൗണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞാനിത് ബുക്ക് ചെയ്ത സാധനം ഇത്തിരി വരാൻ വൈകിയതുകൊണ്ടാണ്. ഓൾറെഡി അത് ഇന്നേക്കൊക്കെ എത്തേണ്ടതായിരുന്നു, പക്ഷേ എത്തിയില്ല. അത് വീണ്ടും ഡിലേ കാണിച്ചു. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇന്ന് എത്തും ഡേറ്റ് കണ്ട കാരണം ഇന്ന് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞത് തന്നെ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം. അത് കുറച്ച് ദിവസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇട്ടാലും ഇതേപോലെ ആകുമ്പോൾ നമുക്കത് ഉപകാരത്തിൽ പെടില്ല. അപ്പോൾ ഞാൻ ഈ സാധനം ഇനി നമ്മളുടെ മൈക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പുതിയ ക്ലാസ്സുകൾ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കട്ടാ. അഭിപ്രായങ്ങൾ പറയണേ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ പഠനം നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് 5-ാം ക്ലാസ്സിലെ സയൻസിന്റെ SCERTയുടെ പാഠഭാഗങ്ങളാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ചു നോക്കി അത് നോക്കാനുള്ളൊരു സമയം നമുക്കില്ല. അപ്പൊ നമുക്ക് ആവശ്യപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോകാം. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് 5-ാം ക്ലാസ്സിലെ ഒറ്റയുള്ളൊരു ജീവി എന്നിട്ട് സയൻസിന്റെ ഭാഗമാണ് ഒറ്റയുള്ളൊരു ജീവി. ഇതിൽ നമുക്ക് കുറെ പിക്ചറുകളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതിലൊരു ആദ്യത്തെ പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതാണ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആഹാരത്തിനായിട്ട് എല്ലാ ജീവികളും പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഇതാണ് പോയിന്റ്. എന്താണ് ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. പിന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പിക്ചറിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് പുല്ലുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പുല്ലുകള് ഭക്ഷിക്കുന്ന രീതിയിൽ ഇവിടെ പുൽച്ചാടി, എലി, ഇവിടെ എലിനെ തിന്നുന്ന രീതിയിൽ പൂച്ച, പിന്നെ പൂച്ചനെ തിന്നുന്ന രീതിയിൽ അതിനേക്കാൾ വലിയ മൃഗങ്ങൾ ഇവിടെ പുലി, പിന്നെ പുല്ല് വേറെ തിന്നുന്ന മാൻ, അങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നു. അതായത് ഈ എലിയാണെങ്കിൽ ഈ പുല്ലായിരിക്കും ഇതിലിട്ടാവുന്ന കതിരുകൾ തിന്നും, അപ്പൊ അതിനാശ്രയിക്കുന്നു. ഈ എലിനെ തിന്നാനായിട്ട് പൂച്ച എലിനെ ആശ്രയിക്കുന്നു ഭക്ഷണത്തിനായിട്ട്. പുലി ഭക്ഷണത്തിനായിട്ട് പൂച്ച പോലുള്ള അങ്ങനെയുള്ള ജീവികളെ ആശ്രയിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ പുല്ല് ഭക്ഷിക്കാൻ മാൻ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, പുലി മാനിനെ ആശ്രയിക്കുന്നു. അങ്ങനെ ഇവ തമ്മിൽ പരസ്പരം ഒരു ആശ്രയം നിലനിൽക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഇതിനടുത്തത് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, അതിന്റെയൊക്കെ പടങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ കടലാമ, ഇതാണ് പ്ലവകങ്ങൾ.
അത് പറയാൻ കാരണം ഇവിടെ പ്ലവകങ്ങളെ പറ്റിയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. ഈ പ്ലവകങ്ങൾ ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. അവ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ്. പിന്നെ ഇതിൽ കുറച്ച് ജീവികളുടെ പേര് തന്നിട്ടുണ്ട്. ഇവ ഭക്ഷണമാക്കുന്നത്, സമുദ്രത്തിൽ നിന്ന് ഇവ എന്തൊക്കെയാണ് ഭക്ഷണമാക്കുന്നതെന്നാണ് ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് സാധാരണ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതുള്ളൂ. സ്രാവ്, കണവ, മീനുകൾ, കടലാമ എന്നിവയൊക്കെ തിന്നുന്നു. മത്തിയാണെങ്കിൽ ചെറുമീനുകളെയും പ്ലവകങ്ങളെയും ഭക്ഷണമാക്കുന്നു. കടലാമയാണെങ്കിൽ സസ്യഭാഗങ്ങളെ, മീനുകളെ ഒക്കെ ഭക്ഷണമാക്കുന്നു. ചെറുമീനുകളാണെങ്കിൽ പ്ലവകങ്ങളെ ഭക്ഷണമാക്കുന്നു. പിന്നെ അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത്, ഇവിടെ ഒന്നും പോയിന്റുകൾ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്താതെ ഇങ്ങനെ വേഗം വേഗം പോകുന്നത്. നമ്മളുടെ ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കടുവകളെ സംരക്ഷിക്കണം, അതിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരു ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ജീവിവർഗങ്ങൾ നശിച്ചാല് അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. അപ്പൊ ഏറ്റവും താഴെ കണ്ണിയിലുള്ള ജീവിവർഗങ്ങൾ അതിലൊരെണ്ണം നശിച്ചാലും അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവികൾ ഉണ്ടായേക്കാം. പക്ഷെ കടുവയെ പോലുള്ള ജീവികൾ അത് ആഹാര ശൃംഖലയിൽ ഉയർന്ന ശ്രേണിയിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതെ എന്ത് ചെയ്യും? പകരം ആ ധർമ്മം നിർവഹിക്കാനായിട്ട് മറ്റു ജീവികൾ അധികം ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഈ കടുവയെ പോലുള്ള മൃഗങ്ങൾക്ക് വല്ല വംശനാശം പോലുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ മാൻ, മുയൽ, അതായത് അങ്ങനെയുള്ള മൃഗങ്ങളുടെ വംശം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അപ്പൊ അത് സസ്യങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ബാധകമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് കടുവാ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്നിട്ട് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നുള്ളത് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ആഹാര ശൃംഖല ജാലം പഠിച്ചു. ഇനി ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. അപ്പോ ആഹാര ശൃംഖല ജാലം നമ്മൾ പഠിച്ചപ്പോ അതിൽ ഒരുപാട് ശ്രേണികൾ കണ്ടു അല്ലെ. ഇതാണ്, ഇത് ഒരുപാട് ശ്രേണികളുണ്ട്. ഇപ്പൊ ഇവിടെ പുല്ല്, അതിനെ പുൽച്ചാടി തിന്നുന്നു, അണ്ണാൻ തിന്നുന്നു. അപ്പൊ ഈ അണ്ണാനെ തിന്നാനായിട്ട് പൂച്ച, പുൽച്ചാടിനെ തിന്നാനായിട്ട് പാമ്പ്. അപ്പൊ ഇതൊക്കെ മൊത്തമാണ് നമ്മള് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഒരൊറ്റ ശ്രേണി മാത്രം. അപ്പൊ ഇവിടെ നിന്ന് ഈ പുല്ല് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ശ്രേണിയായിട്ട് എടുക്കുന്ന നോക്കി. അപ്പൊ നമുക്ക് പുല്ലിനെ അണ്ണാൻ തിന്നുന്നു, അണ്ണാനെ പൂച്ച തിന്നുന്നു, പൂച്ചേനെ ഇത് കഴിക്കുന്നു, കഴുകൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഈ അണ്ണാനെ ഈ കുറുക്കൻ പിടിക്കുന്നു. അങ്ങനെ അങ്ങനെ ഇത് ഇപ്പൊ ഒരു ശ്രേണി ഇങ്ങനെയാണെങ്കിൽ ഒരു ശ്രേണി നമുക്ക് ഇങ്ങനെ ഒരു ശ്രേണിയായിട്ട് എടുക്കാട്ടോ. ഈ കുറുക്കൻ വരെയുള്ള എടുക്കാം ഒരു ശ്രേണി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ശ്രേണിയിൽ എടുക്കാട്ടോ. അതായത് പുല്ല്, പുഴു, പിന്നെ പുഴുവിനെ കോഴി തിന്നുന്നു, കോഴിയെ കുറുക്കൻ ഭക്ഷണം വെക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഇതിൽ ഒരൊറ്റ ശ്രേണിയിലുള്ള ജീവികളെ പറയുന്നതാണ് ആഹാര ശൃംഖല. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഈ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ അതേപോലെ തന്നെ വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇതില് സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിനെ പറ്റി തന്നിട്ടുണ്ട്. ഈ പ്രകാശ സംശ്ലേഷണം അത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അതറിയാലോ, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, പിന്നെ ചെടികൾ ജലം വലിച്ചെടുക്കുന്നു. ഇത് രണ്ടും വെച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കിട്ടിയപ്പോൾ ഒരാൾക്ക് പ്രവർത്തിക്കാൻ ഊർജം വേണം. ഊർജം ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഇനി അതിനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും വലിച്ചെടുത്ത് സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ, അതായത് സൂര്യപ്രകാശത്തിന്റെ ഊർജം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്രകാശ സംശ്ലേഷണം. ഓക്കെ. ഇനി ഇലകളിലെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പൊ ഇലകളിലെ ഏത് വർണ്ണകമാണ് ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്? ഹരിതകമാണ് കേട്ടോ. ഇലകളിലെ ഹരിതകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് കേട്ടോ. ഇനി ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നു? ഓക്സിജൻ ഉണ്ടാകുന്നു. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു.
ഇത് ഈ പടത്തിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സസ്യങ്ങള് ജലം വലിച്ചെടുത്തു, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തു, എന്നിട്ട് സൂര്യപ്രകാശം വലിച്ചെടുത്ത് അതിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ട് ഇലകളിൽ വെച്ച് ഇലകളിൽ വെച്ചിട്ട് ഭക്ഷണം എന്നാണ് പറയുന്നത്, മറ്റേ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ അതാണ് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ നിന്ന് ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ വലിച്ചെടുക്കുന്നു, എന്നിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ഊർജം ഉപയോഗിച്ചിട്ട് അത് പ്രകാശ സംശ്ലേഷണം പറയുന്നു. പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് എന്ത് വർണ്ണകമാണ് സഹായിക്കുന്നത്? ഹരിതകം. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഓക്സിജൻ. ഓക്സിജൻ ആണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് സസ്യങ്ങള് പുറത്തുവിടുന്നത് ഓക്സിജൻ ആണ്. പിന്നെ കുറച്ച് ഇലകളുടെ ഇതാണ് ഇത്. ഒരു തണ്ട്, അതിന്റെ ഇല ഒരു സൈഡിൽ നിന്ന് ഇവിടെ ഒരു ഇലയാണെങ്കിൽ ഇത് കുറച്ച് കയറിയിട്ടാണ് അടുത്ത ഇല വരുന്നത്, പിന്നെ ഒരെണ്ണം കുറച്ച് കയറിയിട്ടാണ്, പിന്നെ ഒരെണ്ണം. അപ്പൊ ഇത് ചെമ്പരത്തി പോലുള്ളതിന്റെ ഇല ഇങ്ങനെയാണ്. പിന്നെ തുളസി പോലുള്ള ചെടികളുടെ ഇല, അതായത് ഒരു തണ്ടിന്റെ ഒരേ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു ഇലയാണെങ്കിൽ ആ സെയിം വശത്ത് നിന്ന് എതിർ സൈഡിലേക്ക് ഒരു ഇല കണ്ടു, ഇവിടെ നിന്ന് ഒരു ഇല, മറ്റേ സെയിം സൈഡിൽ നിന്ന് ഒരു ഇല, അത് തുളസി പോലുള്ളവയാണ്. പിന്നെ ഏതിലും പാല പോലുള്ളവയുടെ ഇല ഇങ്ങനെയാണ്. ഒരു തണ്ട് അതിന്റെ ഒരു വൃത്താകൃതി പോലെ അതിന് ചുറ്റിയിട്ടാണ്, ഒരു തണ്ടിന് ചുറ്റും അതേ പൊസിഷനിൽ നിന്ന് ഇല വരുന്നത്. ഇവിടെ ആണെങ്കിൽ അതേ പൊസിഷൻ ആണെങ്കിലും ഇത് രണ്ട് സൈഡിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇലകൾ വന്നിരിക്കുന്നത്. ഒരേ പൊസിഷൻ ആണെങ്കിലും ഇവിടെയാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലാണ് ഇലകൾ വന്നതെങ്കിലും അതും വ്യത്യസ്ത പൊസിഷനുകളാണ്. ഒരെണ്ണം റൈറ്റിലേക്കാണെങ്കിൽ ഒരെണ്ണം ലെഫ്റ്റിലേക്ക്, പിന്നെ അടുത്തത്. പക്ഷെ ഇതൊക്കെ വേറെ വേറെ പൊസിഷനാണ്. ഇവിടെയൊക്കെ സെയിം പൊസിഷൻ ആണെങ്കിലും ഇവിടെ ഒരെണ്ണം ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഒരേ പൊസിഷനിൽ നിന്ന് ആരംഭിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരു വൃത്താകാരം, അതായത് ഒരു തണ്ടിന്റെ ചുറ്റും നിന്നും ഇലകൾ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇതിന്റെ വർണ്ണകങ്ങളാണ്. സസ്യങ്ങൾക്ക് നിറം നൽകുന്ന വർണ്ണങ്ങൾ. അതിലെ പൂക്കളും ഇലകളൊക്കെ പല നിറത്തിലാണല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ കാരണം സസ്യങ്ങളിലുള്ള കുറച്ച് വർണ്ണകങ്ങളാണ്. അതെന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. സസ്യങ്ങളുടെ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകമാണ് ആന്തോസയാനിൻ. ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകമാണ് ആന്തോസയാനിൻ. ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. അപ്പൊ ഇത് ആലോചിക്കാൻ വേണ്ടി നമുക്ക് ക്യാരറ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഓറഞ്ച് നിറല്ലേ ക്യാരറ്റിന്, അപ്പൊ ക്യാരറ്റ് കൊണ്ട് മാച്ചായിട്ടൊരു പേര് കരോട്ടിൻ. മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. അപ്പൊ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിൻ, ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ, മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. ഇവിടെ ഒരു വാതകങ്ങളുടെ അളവ് കാണിക്കാനായിട്ട് ഇത് തന്നിട്ടുണ്ട്, പടം തന്നിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ എന്ത് പടങ്ങൾ ഉണ്ടായാലും നമ്മൾ നോക്കി പോവാ. ഇമ്പോർട്ടന്റ് ആയതൊക്കെ ആണെങ്കിൽ ഒന്ന് നോക്കാം. ഇത് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ്. ഇവിടെ ഈ ഒരു റൗണ്ടാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണല്ലേ. ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു വശമാണ് ഇവിടെ നൈട്രജൻ ആണ്. അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ ആണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഓക്കെ, അപ്പൊ അതേപോലെയാണ് ബാക്കിയുള്ള എന്റെ അളവുകളാണ് ഇവിടെ ഏകദേശം എഴുതിയിട്ടില്ലെങ്കിലും എന്റെ അളവുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റുകളാണ്. എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. എല്ലാ ജീവികളും ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. ശ്വസനത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഓക്കെ, ശ്വസിക്കുമ്പോൾ നമ്മളും സസ്യങ്ങളും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഇനി ഈ ശ്വസന ഫലമായിട്ട് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്താണെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന, അതായത് ശ്വസനത്തിന്റെ ഭാഗമായിട്ട് സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്താറുണ്ട് കേട്ടോ. അതായത് ഇവിടെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പോലെ ചെറുതായിട്ടൊരു ചോദിച്ചേക്കാം. കാരണം അവര് ശ്വസനഫലമായിട്ട് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയങ്ങളിൽ അവര് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ അടുത്ത ഒരു പോയിന്റ് ആയിട്ട് എന്ത് പറയും?
അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഈ രണ്ടും ഒറ്റയടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും രണ്ടും ശരിയാണ്, അല്ലെങ്കിൽ ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണെന്നൊക്കെ പറഞ്ഞു വന്നാൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കാനായിട്ട് ഇത്രയും ചെറിയൊരു ക്വസ്റ്റ്യന് പോലും പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് സസ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് നോക്കണ്ടേ. അപ്പൊ ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഇലകളിലെ കുഞ്ഞു കുഞ്ഞി ഹോൾസ് ആണ് കണ്ടില്ലേ, ഇതൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഹോൾസ് കണ്ടില്ലേ, ഇതിന് നമ്മൾ സ്റ്റൊമാറ്റ എന്നാണ് കേട്ടോ പറയുന്നത്. സ്റ്റൊമാറ്റയെ കൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ സ്റ്റൊമാറ്റ നമ്മൾ നോക്കിയാൽ അങ്ങനെ നമുക്ക് വെറുതെ നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ സഹായം വേണ്ടി വരും. അതായത് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. കേട്ടോ, ഇതൊരു പിക്ചറാണ്. ഈ പിക്ചറിൽ അത്യാവശ്യം നമ്മൾ നേരത്തെ പഠിച്ച സാധനം തന്നെ അതൊക്കെ ഒരു പിക്ചറായിട്ട് ഇങ്ങനെ ഒരു ഏരോട്ട് തന്നിരിക്കുന്നത് മാത്രം. നമ്മളൊക്കെ പഠിച്ചു പോയതാണ്. അടുത്തതാണ് ഇതാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോണത്. ഇതില് നമ്മുടെ സസ്യത്തുമല്ലി മരവാഴ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. അതിന്റെ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കേട്ടോ. ചെറിയ വേരുകൾ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ഇനി കട്ടി കൂടിയ വേരുകളുണ്ട്. കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യും? ഈർപ്പം വലിച്ചെടുക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ മരവാഴയെ സഹായിക്കുന്നു കേട്ടോ. മരവാഴ എന്തിനാണ് മരത്തിനെ ആശ്രയിക്കുന്നത്? വാസസ്ഥലത്തിന് മാത്രമായിട്ടാണ് മരവാഴ മരത്തിനെ ആശ്രയിക്കുന്നത്. അങ്ങനെ വാസസ്ഥലത്തിന് മാത്രമായിട്ട് ആശ്രയിക്കുന്ന സസ്യങ്ങൾ നമ്മൾ എന്ത് പറയുന്നു? എപ്പിഫൈറ്റുകൾ എന്നാണ് കേട്ടോ പറയാം. ഓർക്കിഡുകളൊക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അതായത് ഇതാണ് മരവാഴ. ഇതിന് വലിയ വേരുണ്ട്, ചെറിയ വേരുണ്ട്. അപ്പൊ ചെറിയ വേരുകൾ എന്താണ്? മരവാഴ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നതാണ്. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നവയാണ്. ഇനി വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അങ്ങനെ വാസസ്ഥലത്തിനായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പറയുന്നതാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റിന് ഒരു ഉദാഹരണമാണ് ഓർക്കിഡുകൾ. ഇനി ഇവിടെ നമുക്ക് പറയാം, ഇത് കണ്ടില്ലേ, ഞാൻ മരവാഴ, ഇത് മരവാഴ, ഇത് ഇത്തിൽക്കണ്ണിയാണ്. അപ്പോ ഇവിടെ ആദ്യം ഈ മാവിനെ പറ്റി പറയാം. ഈ മാവ് ആഹാരം സ്വയം നിർമ്മിക്കുന്നു. മാവ് ട്ടാ. ഇത്തിൽക്കണ്ണിയാണെങ്കിൽ എന്ത് ചെയ്യും? ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ജലവും ലവണവും സസ്യത്തിൽ നിന്നാണ് ഇത്തിൽക്കണ്ണി വലിച്ചെടുക്കുന്നത്. ജലവും ലവണവും വലിച്ചെടുക്കുന്നത് സസ്യത്തിൽ നിന്നാണ്. ഈ സസ്യം ഇങ്ങോട്ട് അതിനാവശ്യമായ ജലം കൊണ്ടുവരുമ്പോ ആ ജലവും ലവണവും ഇത്തിൽക്കണ്ണി വലിച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതാണ് ഇത്തിൽക്കണ്ണി. അപ്പൊ ഇതൊരു പൂർണ്ണ പരാതം എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. ഇതൊരു അർദ്ധപരാതമാണ് ഇത്തിൽക്കണ്ണി. അതായത് ഇത് പകുതി വലിച്ചെടുക്കുന്നത് പോഷകഘടകങ്ങളല്ല, ജലവും ലവണങ്ങളാണ് വലിച്ചെടുക്കുന്നത്. ഇതിന്റെ ഭക്ഷണം ഇത് വലിച്ചെടുക്കുന്നില്ല. ഇനി മരവാഴയാണെങ്കിൽ ആഹാരം സ്വയം നിർമ്മിക്കുന്നു. പക്ഷെ ഇതിന് ഇരിക്കാൻ മാത്രമായിട്ടാണ് ഈ മാവ് ഈ ഒരു വൃക്ഷത്തിനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇതൊരു എപ്പിഫൈറ്റ് മാത്രമാണ് മരവാഴ, പരാതമല്ല. പരാതം അല്ല. പിന്നെ അടുത്തത് നിൽക്കുന്നത് ഇത്തിൽക്കണ്ണിയുടെ വേര് പോയിരിക്കുന്നതാണ് കേട്ടോ. കണ്ട നമ്മൾ നോക്കുമ്പം ഒരു എന്താണ് ഈ വശമൊക്കെ നോക്കി നോക്കിട്ടാ, ഇവിടെ കണ്ട വേരുകൾ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പുറമുള്ള ഭാഗം മാത്രമേ കാണുള്ളൂ. മരത്തിന്റെ ഉള്ളിലേക്കാണ് ഈ വേരൊക്കെ ഇറങ്ങി പോയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ മരം വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളൊക്കെ ഇത്തിൽക്കണ്ണി വലിച്ചെടുക്കുന്നത്. ഇനി ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. അതാണ് ഇത്തിൽക്കണ്ണി. ഇനി ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ഇത് നമ്മൾ മൂടില്ല താഴെ കാര്യം. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ, മറ്റേത് ജലവും ലവണങ്ങളാണ്. ആ ജലവും ലവണങ്ങളും ഉപയോഗിച്ചിട്ട് ആ സസ്യം പോഷക ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പോഷക ഘടകങ്ങൾ നേരിട്ട് വലിച്ചെടുക്കുന്ന ചെടിയാണ് മൂടില്ലാത്താളി. ഇതുപോലുള്ള സസ്യങ്ങളാണ് പൂർണ്ണ പരാതങ്ങൾ.
പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ പോഷക ഘടകങ്ങൾ നേരിട്ട് വലിച്ചെടുക്കുന്ന ചെടികളെയാണ് പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൂടില്ലാത്താളി അതിനൊരു ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ ഈ പാഠം കഴിഞ്ഞു. പിന്നെ ഇതിൽ ഇതേപോലെ ജസ്റ്റ് ഇതേപോലത്തെ പാഠങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ടീച്ചേഴ്സ് ടെക്സ്റ്റ് ആണ് കേട്ടോ നമ്മൾ എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതില് ഇവിടെ നമുക്ക് തുടങ്ങാനുള്ളത് ഇതൊക്കെ കുറെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് ടീച്ചേഴ്സ് ടെക്സ്റ്റില്. അപ്പൊ ആവശ്യമുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണാം. ഇനി നമ്മളെ ആ പാഠത്തിൽ പറയാൻ പറഞ്ഞു മറ്റേ ആഫ്രിക്കൻ മുഷിയിൽ ഒരു പടം കണ്ടിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്നു അത് ഒരു എന്താണ് അതൊരു അധിനിവേശ മത്സ്യമാണ്. അതായത് നമ്മളുടെ സ്വാഭാവിക ആവാസ സ്ഥലത്തുള്ള മത്സ്യങ്ങൾക്കൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് അധിനിവേശ മത്സ്യങ്ങൾ. അതേപോലെ തന്നെ കുറെ സാധനങ്ങൾ അധിനിവേശക്കാരായിട്ടുണ്ട്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ആഫ്രിക്കൻ മുഷി. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആഫ്രിക്കൻ മുഷി. അപ്പൊ ഈ ജീവികളൊക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരാൻ കാരണം എന്തൊക്കെയാന്ന് വെച്ചാൽ വളർത്തു മൃഗങ്ങളുടെ കച്ചവടം, പിന്നെ യാത്ര. അപ്പൊ വളർത്തു മൃഗങ്ങളെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട് യാത്രാ സൗകര്യം വേണമല്ലേ. അപ്പൊ അതിലൊരു കാര്യമാണ് യാത്രാ സൗകര്യങ്ങളിൽ ഉണ്ടായ വർധനവ്, വളർത്തു മൃഗങ്ങളുടെ കച്ചവടം, പിന്നെ കൃഷി, ജൈവ നിയന്ത്രണ മാർഗങ്ങൾ. അപ്പൊ അതായത് ജീവികളെ ഉപയോഗിച്ചിട്ട് കുറച്ച് കീടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ജീവികളെ കൊണ്ടുവരും, എന്നിട്ട് അത് വളരെ അധിനിവേശമായിട്ട് വളരും. അങ്ങനെയാണ് ഇത് ഉദ്ദേശിച്ചത് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ. അപ്പൊ ജീവികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? യാത്രാ സൗകര്യങ്ങളിൽ ഉണ്ടായ വർധനവ് മൂലം, വളർത്തു മൃഗങ്ങളുടെ കച്ചവടം മൂലം, കൃഷി, പിന്നെ ജൈവ നിയന്ത്രണ മാർഗങ്ങളിലൂടെയാണ്. ഇപ്പൊ നമുക്കറിയാം ആഫ്രിക്കൻ മുഷിയും ആഫ്രിക്കൻ ഒച്ചുകളൊക്കെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഈ ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമായിട്ട് പലയിടത്തും നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഇനി പിന്നെ എന്തൊക്കെയുണ്ട് നോക്കാം. ഈ ചുവന്ന ചെവിയുള്ള കുഞ്ഞനാമകളും നിരവധി അലങ്കാര മത്സ്യങ്ങളും കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്ന മത്സ്യങ്ങളും കേരളത്തിലെ തനത് മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്നു. അപ്പൊ ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ ഒച്ച്, പിന്നെ ചുവന്ന ചെവിയുള്ള കുഞ്ഞനാമ, അലങ്കാര മത്സ്യങ്ങള് എന്നിവ, പിന്നെ കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്ന മത്സ്യങ്ങളൊക്കെ കേരളത്തിന്റെ തനത് മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്നു. പിന്നെ മൊസാംബിക് തിലോപ്പിയ, അതിപ്പോ നമ്മുടെ ഒട്ടുമിക്ക ജലാശയങ്ങളും മൊസാംബിക് തിലോപ്പിയ കാണുന്നുണ്ട്. അപ്പൊ ഈ ജീവികളുടെ ഒക്കെ പേര് വന്നിട്ട് അധിനിവേശ മത്സ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റണം. അതാണ് ഈ പേരുകൾ പറഞ്ഞിട്ടാ. അധിനിവേശക്കാരെ ആ ജീവികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ ഒച്ച്, ചുവന്ന ചെവിയുള്ള കുഞ്ഞനാമ, അലങ്കാര മത്സ്യങ്ങള്. എല്ലാതും അല്ല, പുറമെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അലങ്കാര മത്സ്യങ്ങൾ, വേറെ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്ന മത്സ്യങ്ങള്, പിന്നെ മൊസാംബിക് തിലോപ്പിയ, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി അധിനിവേശ സസ്യങ്ങൾ ഏതൊക്കെ നോക്കാം. സെന്ന അല്ലെങ്കിൽ ചാരക്കൊന്ന. അതെന്താന്ന് എനിക്ക് അറിയില്ല, പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, സെന്ന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം പഠിക്കാം. സെന്ന അല്ലെങ്കിൽ ചാരക്കൊന്ന. പിന്നെ ധൃതരാഷ്ട്ര പച്ച, ആനത്തൊട്ടാവാടി, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ധൃതരാഷ്ട്ര പച്ച, ആനത്തൊട്ടാവാടി ഒക്കെ ഒരു പറമ്പിൽ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ടോ. പിന്നെ തോട്ടപ്പയറ്, സിംഗപ്പൂർ ഡെയ്സി, ആഫ്രിക്കൻ പായൽ, കുളവാഴ, മുള്ളൻ പായൽ എന്നിവയെല്ലാതും അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ ഈ അധിനിവേശ സസ്യങ്ങളുടെ പേരുകളും കൂടി ഒന്ന് ഓർത്തിരിക്കണം. സെന്ന അല്ലെങ്കിൽ ചാരക്കൊന്ന, ധൃതരാഷ്ട്ര പച്ച, ആനത്തൊട്ടാവാടി, തോട്ടപ്പയറ്, സിംഗപ്പൂർ ഡെയ്സി, ആഫ്രിക്കൻ പായൽ, കുളവാഴ, മുള്ളൻ പായൽ. ഇനി ഇതിനെ കൊണ്ടൊക്കെ എങ്ങനെ ദോഷം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ജലാശയങ്ങളിൽ ഇവര് പുതപ്പ് കണക്ക്, അതായത് ചില പായലുകളൊക്കെ ആണെങ്കിൽ പുതപ്പ് കണക്കൊക്കെ എടുക്കും. ഈ കുളവാഴയും മുള്ളൻ പായൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ആഫ്രിക്കൻ പായലൊക്കെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞു കിടക്കുന്നുണ്ടോ. അപ്പൊ എന്ത് ചെയ്യും, ഈ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് തടയും. അങ്ങനെ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു, വെള്ളത്തിന്റെ pH മൂല്യത്തിന് മാറ്റം ഉണ്ടാക്കുന്നു. പിന്നെ ഇതിന് കുറെ വിത്തുകൾ ഉണ്ടാവും. അപ്പൊ അതിന് വ്യാപിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അങ്ങനെ അത് അതിവേഗ വ്യാപനത്തിനും കാരണമാക്കുന്നു കേട്ടാ. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ അധിനിവേശ സസ്യങ്ങളെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുക, പിന്നെ പൂക്കുന്നതിന് മുമ്പ് വേരോടെ പറിച്ച് നശിപ്പിച്ച് കളയുക. അപ്പൊ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്താല് ഈ ആനത്തൊട്ടാവാടി, ധൃതരാഷ്ട്ര പച്ച, അങ്ങനെ കരഭാഗത്ത് ഉണ്ടാവണ സസ്യങ്ങൾ, അധിനിവേശ സസ്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ കഴിയും. പിന്നെ
ആ പൂക്കുന്നതിന് മുന്നേ അവിടെ വേരോടെ നശിപ്പിച്ച് കളഞ്ഞാൽ ഒരുവിധം നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും കേട്ടോ. ഇതില് ഇവിടെ ഉണ്ട്. നമ്മള് അവിടെ പറഞ്ഞു സസ്യങ്ങളുടെ വിവിധതരം വർണ്ണങ്ങൾക്ക് കാരണം വർണ്ണകങ്ങളാണ് പറഞ്ഞു. ഹരിതകത്തിനെ പറ്റി പറഞ്ഞു, പിന്നെ കരോട്ടിൻ, ആന്തോസയാനിൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. ഇതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട്. സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു സസ്യത്തിന്റെ ഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ. പ്രകാശത്തിലെ ചില നിറങ്ങൾ ആഗിരണം ചെയ്യുകയും ചിലവയെ പ്രതിഫലിക്കുകയും ചെയ്യുന്നത് മൂലമാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടാൻ കാരണം? പ്രകാശത്തിന്റെ ചില നിറങ്ങളിൽ മാത്രം ആഗിരണം ചെയ്യുകയും ചിലവയെ പ്രതിഫലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി 3 കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത്. അതെന്തൊക്കെയെന്ന് നോക്കാം. ഹരിതകങ്ങൾ, പിന്നെ അടുത്തത് കരോട്ടിനോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ. ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലേവകങ്ങൾ എന്നിങ്ങനെ 3 കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് നമുക്ക് സസ്യങ്ങളിലുള്ളത്. സസ്യങ്ങളുടെ പച്ച നിറത്തിന് കാരണം ഹരിതകങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. പച്ച നിറത്തിന് കാരണമായത് ഹരിതകങ്ങളാണ്. ഇനി മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമായത് കരോട്ടിനോയിഡുകളാണ്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങൾക്ക് കാരണം കരോട്ടിനോയിഡുകളാണ്. ഇനി ചുവപ്പ്, മഞ്ഞ, നീല ഇതിന് കാരണമായത് ഫ്ലേവനോയിഡുകളാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങൾക്ക് കാരണമായത് കരോട്ടിനോയിഡുകളാണ്. ചുവപ്പ്, മഞ്ഞ, നീല നിറങ്ങൾക്ക് കാരണമായത് ഫ്ലേവനോയിഡുകളാണ്. ഇവിടെ മഞ്ഞയും ചുവപ്പും രണ്ടിലും കോമൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മഞ്ഞ, ചുവപ്പ് നിറങ്ങൾക്ക് കാരണം എന്താണ്? കരോട്ടിനോയിഡുകളും ഫ്ലേവനോയിഡുകളും മഞ്ഞ, ചുവപ്പ് നിറത്തിന് കാരണമാകുന്നു പറയാം. ഓക്കെ. ഇനി സസ്യഭാഗങ്ങളുടെ മറ്റ് നിറങ്ങൾക്ക് കാരണം ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലുകളാണ് കേട്ടോ. നമുക്കറിയാലേ ഓരോ തരം നിറങ്ങൾ കൂടിച്ചേരുമ്പോൾ വേറെ വേറെ നിറങ്ങൾ ഉണ്ടാകും. അപ്പൊ സസ്യഭാഗങ്ങളുടെ മറ്റു നിറങ്ങൾക്ക് കാരണം വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലുകളാണ്. സസ്യങ്ങൾക്ക് പ്രധാനമായും 3 കൂട്ടം വർണ്ണകങ്ങളാണുള്ളത്. ഹരിതകങ്ങൾ, കരോട്ടിനോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ. പച്ച നിറത്തിന് കാരണം ഹരിതകമാണ്. പിന്നെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിന് കാരണമായത് കരോട്ടിനോയിഡുകളാണ്. ചുവപ്പ്, മഞ്ഞ, നീല നിറത്തിന് കാരണമായത് ഫ്ലേവനോയിഡുകളാണ്. പിന്നെ സസ്യഭാഗങ്ങളുടെ മറ്റു നിറങ്ങൾക്ക് കാരണം ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലാണ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ സ്റ്റൊമാറ്റയെ പറ്റി പറഞ്ഞല്ലേ. ഇലകളിലൂടെയുള്ള വാതക വിനിമയം സഹായിക്കുന്നത് സ്റ്റൊമാറ്റയാണെന്ന്. അപ്പോ ഇവിടെ ടീച്ചേഴ്സ് ടെക്സ്റ്റിലെ എക്സ്ട്രാ പോയിന്റ് കൊടുത്തിരിക്കുന്നതാണ് കാണ്ഡങ്ങളിലെ കാണ്ഡങ്ങളിലെ ലെൻഡ് സെല്ലുകളിലൂടെയും വേരുകളിലൂടെയും വാതക വിനിമയം നടക്കുന്നു. അപ്പൊ ഇലകളിലൂടെ മാത്രമല്ല സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നു. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ ചോദിച്ചാല് നമ്മൾ ആ ഭാഗം മാത്രം പഠിച്ചവരാണെങ്കിൽ ശരിയാണെന്ന് എഴുതിക്കോ. തെറ്റാണ്. അപ്പൊ ഇലകളിലൂടെ മാത്രമല്ല കാണ്ഡങ്ങളിലെ ലെൻഡ് സെല്ല്, ഇലകളിലെ സ്റ്റൊമാറ്റയും കാണ്ഡങ്ങളിലെ ലെൻഡ് സെല്ലുകളിലൂടെയും വേരുകളിലൂടെയും വാതക വിനിമയം നടക്കുന്നു. ഇതൊക്കെ കുറച്ച് പദങ്ങളാണ്. അടുത്തത് നമുക്ക് നോക്കിയാൽ അർദ്ധപരാഗം എന്ന് പറഞ്ഞു. അർദ്ധപരാഗം നമ്മൾ ആകെ ഒരെണ്ണയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചത്. അത് ഇത്തിൽക്കണ്ണിയാണ് കേട്ടോ. കാരണം അത് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ആഹാരം സ്വയം നിർമ്മിക്കുന്നത് കൊണ്ടാണ്. അതായത് ഇതിന്റെ അർദ്ധം എന്ന് വെച്ചാൽ പകുതി. അപ്പൊ പകുതി ഭാഗം മറ്റേ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കൊണ്ട് ഭക്ഷണം അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അർദ്ധപരാഗം. അങ്ങനെയുള്ള സസ്യമാണ് ചന്ദനം. അപ്പൊ ഇത്തിൽക്കണ്ണി മാത്രമല്ല അർദ്ധപരാഗമായിട്ടുള്ളത്, ചന്ദനം കൂടി ഉണ്ട്. പിന്നെ അടുത്തതാണ് പൂർണ്ണപരാഗം. പൂർണ്ണപരാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് മൂടില്ലാത്ത ആളിനെയാണ്. ഇത് റഫ്ലേഷ്യ ഒരു പൂർണ്ണപരാഗമാണ്. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെയായിട്ട് ഏത് പൂർണ്ണപരാഗമാണെന്ന് എന്നിട്ട് മൂടില്ലാത്ത ആളിൽ ഓപ്ഷൻ ഇല്ലാതെ റഫ്ലേഷ്യ കൊടുത്താലും നമുക്ക് ഉത്തരം എഴുതാൻ കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അർദ്ധപരാഗങ്ങൾ ചന്ദനം, ഇത്തിൽക്കണ്ണി. പൂർണ്ണപരാഗമാണ് റഫ്ലേഷ്യ, പിന്നെ മൂടില്ലാത്ത ആളി. കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗം കഴിഞ്ഞ് അടുത്ത യൂണിറ്റ് 2 ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അതല്ല, ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ ആകെ നമുക്ക് ആവശ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തോന്നിയത്. മരവാഴയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. അതായത് മരവാഴയുടെ തടിച്ച വേരുകൾ മരവാഴയെ മരത്തിൽ ചുറ്റിപ്പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ശരിയാണ് അല്ലേ. ഇനി മരവാഴയുടെ ചെറിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ മരവാഴയെ സഹായിക്കുന്നില്ല. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോണ ഒരു ഭാഗം. ഇവിടെ സഹായിക്കുന്നില്ല എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോ പക്ഷെ നമുക്ക് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇത് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്കിവിടെ ഓപ്ഷൻ പ്രസ്താവന 1 ശരിയും
രണ്ട് തെറ്റുമാണെന്നാണ്. പക്ഷെ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ എന്താണ്, വേരുകൾ അന്തരീക്ഷത്തിൽ, മരവാഴയുടെ ചെറിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ മരവാഴയെ സഹായിക്കുന്നില്ല എന്നാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാണ് ആ മരവാഴയുടെ ഭാഗം നമ്മൾ പഠിച്ചത്. പക്ഷെ ഇതിൽ നിന്നൊരു പ്രസ്താവന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ബാക്കിയൊന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് അങ്ങനെ എനിക്ക് തോന്നില്ല. പിന്നെ ഒന്നും കൂടി ഉണ്ട്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ, നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ മരവാഴയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ പേരും വലിയ പേരും എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വരുമോന്ന് ഞാൻ അത് കണ്ടപ്പോ മനസ്സിലാക്കിയത്. അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചതാണ്. അപ്പൊ നമ്മളെ CRT പഠിക്കുമ്പോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണൊക്കെ വരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ ഇതേപോലെ എല്ലാ പോയിന്റുകളും ഉൾക്കൊണ്ടിട്ട് തന്നെ പഠിക്കുക. ഇന്നത്തെ ഇത് നമുക്കിവിടെ നിർത്താം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൗണ്ടിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ അതിലുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ക്ലാസ് ഒന്നറിഞ്ഞ് കാണാം. എന്നിട്ട് എന്തായാലും ക്ലാസ് എടുത്തത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് ഇടണേ. സൗണ്ടിൻ്റെ കാര്യം ഇപ്രാവശ്യത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്ക്. എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് ഇടണം കേട്ടോ. ഓക്കെ.